ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ട്വിനിങ് സ്റ്റാർസ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ബോവിക്കാനും മുള്ളേരിയ ആ ഭാഗത്തേക്കാണ്. അവിടെ നല്ലൊരു സ്ഥലമുണ്ടെന്ന് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയുള്ള ചില കാഴ്ചകളും നിങ്ങൾക്ക് കാട്ടിക്കാനാണ് ഈ ഒരു വ്ലോഗ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പോകുന്നത് തുരുത്തിയിലോട്ടാണ്. അവിടെ ഇസയും ജസയും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പിക്ക് ചെയ്യാനാണ് പോകുന്നത്. തുരുത്തിയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പാലവും മരവും വെള്ളം ഒക്കെയാണ്. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഇസയും ജസയും അവിടെ ഞങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വേഗം അവരെ പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ പോയി. പോകുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ഈ ഒരു പച്ചപ്പും ഹരിതാപവും നല്ല വ്യൂ ആയിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് കണ്ടതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന സ്നാക്സൊക്കെ കഴിക്കുകയാണ്. അപ്പോഴേക്കും ഒരു മഴയൊക്കെ വന്നിട്ട് പോയി. പിന്നെ ആ ബാക്കിൽ വരുന്നത് ഞങ്ങളുടെ കസിൻ തന്നെയാണ്. പിന്നെ ഈ ഒരു പാലം കണ്ടിരുന്നു. ഞങ്ങൾക്ക് ഈ ഒരു പാലത്തിൽ കീഴണം എന്ന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ ടൈമില്ലാത്തത് കൊണ്ട് പോകുമ്പോൾ ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്കുള്ള വ്യൂസാണ് ഇതൊക്കെ. പിന്നെ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ടാണ് പോയത്. ഗൂഗിൾ മാപ്പ് ഞങ്ങൾക്ക് തെറ്റിച്ചിട്ട് വഴി തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പോകുമ്പോൾ വഴിയിലുള്ള ആളുകളോടൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ പോകുന്ന വഴിക്ക് മരം മൂടിയത് കൊണ്ട് നല്ല ഇരുട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പേടിച്ചിട്ട് വേഗം പോകാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഞങ്ങൾ സ്പോട്ടിൽ എത്തി ഗായ്സ്. വിചാരിച്ചതുപോലെയല്ല, അവിടെ പോയപ്പോൾ നല്ല തിരക്കും ആളുകളും ഉണ്ടായിരുന്നു. ഇവിടെ മെയിൻ ഹൈലൈറ്റ് ആയി എനിക്ക് തോന്നുന്നത് ഈ ഒരു വെള്ളം ഒഴുകുന്നതാണ്. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. പിന്നെ ഞങ്ങൾ വേഗം തിരിച്ചു പോയി. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റായി ഞങ്ങൾക്ക് പിന്നെയും കണ്ടത് നല്ല ഫുള്ള് പച്ചപ്പാണ്. ഇവിടെ നല്ല രസമാണ്. പിന്നെ മഞ്ഞും മൂടിക്കിടക്കുന്ന ഈ ഒരു മനോഹരമായ കാട് നല്ല രസമായിരുന്നു. പിന്നെ നേരത്തെ കണ്ട ആ ഒരു പാലത്തിൽ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാൻ. പോകുന്ന വഴി പിന്നെ ഞങ്ങൾ നിസ്കരിച്ചിട്ടൊക്കെയാണ് കീഞ്ഞത്. പിന്നെ പോകുന്ന വഴിയിൽ ചെറിയൊരു വെള്ളം ഉണ്ടായിരുന്നു. അത് കണ്ട് നല്ല രസമായി തോന്നിയോണ്ട് ഞങ്ങൾ അവിടെ കീഞ്ഞി കുറച്ച് കാലൊക്കെ കഴുകി. നല്ല അടിപൊളി തണുപ്പായിരുന്നു ആ വെള്ളത്തിന്. നല്ല രസമായിരുന്നു കളിക്കാൻ.
പിന്നെ ഞങ്ങൾ വരുമ്പോൾ ചായവും പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കഴിച്ചു. നല്ല തണുപ്പിൻ്റെ കൂടെ നല്ലൊരു കട്ടൻ ചായയും കൂടി കുടിച്ചപ്പോൾ നല്ലൊരു ഫീൽ തന്നെയായിരുന്നു. അവിടുന്ന് ചായ കുടിച്ച് ഞങ്ങൾ വരുമ്പോഴേക്കും നല്ല ഇരുട്ടായിരുന്നു. പിന്നെ നേരെ പോയത് ഇസാൻഡോറെ കൊണ്ട് ആക്കാനാണ്. പിന്നെ അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചു. ജസ് ഞങ്ങൾക്ക് ചോക്ലേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും സപ്പോർട്ടും നിങ്ങൾ ഉറപ്പായും നൽകില്ലേ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ പിന്നെ